നല്ല കാറ്റടിക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ വരെ നല്ല കാറ്റ് തന്നെ. ഇങ്ങനെ ഒന്ന് മഴയും ചാറി. നമുക്ക് ചെറിയൊരു പേടിയുണ്ട് മഴ പെയ്യുമെന്നുള്ളത്. കാരണം ക്യാമറയും ഐറ്റംസൊക്കെ നമ്മുടെ കൈമേലുള്ളതാണ്. നിറയ്ക്കാനൊരു പേടി. അതുകൊണ്ട് നല്ല നടക്കട്ടെ. നമ്മൾ എല്ലാം ഇറക്കാം നമുക്ക്. ഇന്നെടുക്കാൻ മറന്നില്ലല്ലോ അല്ലേ? എൻ്റെ പവർ ബാങ്ക്, ക്യാമറ, ഫോണൊക്കെ കയ്യിലായിരിക്കും. അയ്യോ, എൻ്റെ മോനെ കയറില്ലേ? ഈ ബാഗ് ഇടണോ? കൈ പിടിച്ചാൽ മതി. നയി നേരം മറ്റേത് തുള്ളിപ്പോ ഇടിയാ ഇല്ല കൈ. അതാ ഞാൻ പറഞ്ഞത്. അത്രയും പേടി പറഞ്ഞാൽ നമുക്ക്. ഇതെങ്ങനെ കയറ്റിരിക്കലോ? അങ്ങോട്ട് പറഞ്ഞേ. മുകളിലേക്കോ? നേരെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടോ. നമ്മുടെ നിന്ന സ്ഥലത്തേക്ക് ആൾക്കാരില്ലാത്തുള്ളൂ. മെയിൻ വ്യൂ ഇങ്ങോട്ടാ. അങ്ങോട്ടേക്കാ? വാ ആടുന്നുട്ടോ. നീ എടുത്തില്ലല്ലേ? എടുത്തിട്ട് ഇവിടെ എൻ്റെ ബാഗിലിട്ടേ. നീ എൻ്റെ ജാക്കറ്റിൻ്റെ കോട്ടിലൊന്നുമില്ലല്ലോ? അല്ല കണ്ണിന് കുത്തണം കേട്ടോ. റെഡി ഫുൾ. നീ ഇതിലൂടെ കയറി അതിലൂടെയോ? ഇതിലേ കയറുക? എങ്ങനെ? ഇതിലെ തന്നെ കയറുക? ഓ വാ. ഇപ്പോൾ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ കൊടുക്കുന്നേ. സീന അങ്ങനെ നടന്നു പോ. ഓക്കെ ഓക്കെ ഓക്കെ. നീ ചുമ്മാ ഞാൻ നടക്കല്ലേ? നിർത്തോ. എല്ലാം പാറത ഒന്നുമേ കിടയായിരുന്നു. വേറെ സംഭവം കിട്ടിയില്ല. അതാ നീ വീടെടുത്തില്ല? പിന്നെ പോണ്ട്
എന്താ കൊണ്ടുവന്ന് ഇന്നസെൻറ്റിൻ്റെ ടീംസാണല്ലോ. ബാഗ് സേഫ് ആക്കണം. ആയിരിക്കും. ഏത് അതോ? അത് സേഫാ. അപ്പുകൂട്ടനെ മുള്ളണ്ടീനി എന്താക്കൂ? ഒരു പട്ടി കിടന്നുറങ്ങുന്ന നോക്ക്. വാ പോവാ. നമ്മൾ ശരിക്കും ഇവിടെ വണ്ടി കൊണ്ടുവരാനല്ലേ ഇങ്ങോട്ടേക്ക്? ഞങ്ങൾ എങ്ങനെ ഇതിലൂടെയോ? ഒപ്പരം പോണെന്നാ? അപ്പുറത്ത് കയറണോ? ഇങ്ങനത്തെ വിചാരിച്ച പിന്നെ വെറുതെ എന്താന്നാ? ഇതിലൂടെ എങ്ങനെ പോയാലോ? വേണ്ടല്ലേ? എങ്ങനെ? നല്ല അടിപൊളി കാറ്റടിക്കുന്നുണ്ട്. അവരൊക്കെ ഇരിക്കുന്ന പ്ലേസ് നോക്കിയ ധൈര്യം. കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണല്ലേ? അടിപൊളി വ്യൂ ആണല്ലേ? ഏട്ടൻ ഇവിടെ തന്നെയാ? എറണാകുളം അല്ലേ? അവരവിടെ അവിടെ ഇരിക്കുന്നത്? ആ നിങ്ങൾ ഇറങ്ങിയാന്നില്ലേ, പിന്നെ അവർക്ക് എന്താ? സീന് വ്യൂ. ആ ചുണ്ട് വരുന്നല്ലേ? ആ അത് ആ സൈഡ് നോക്കിയാലോ കാണുള്ളൂ. ഓക്കെ, പെരുന്തുംപാറ പേര് വന്നല്ലേ? ആ ഇല്ല ഇല്ല, അവിടെ വരെ പോകുന്നുള്ളൂ. ആ അവിടെ വരെ പോകുന്നുള്ളൂ. നല്ലൊരു കാറ്റടിച്ചങ്ങ് പോവും. അയ്യോ, അപ്പോൾ പറയുന്നത് കേട്ടില്ലേ? നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരുന്തിൻ്റെ തലമാതിരി തോന്നും. അതാണ് ഇതിന് പരുന്തംപാറ എന്ന് പറയുന്നത്. പരുന്തിൻ്റെ ഹെഡ് അതേമാതിരി തന്നെ ഉണ്ടാവും പറയുന്നത്. ഇതിന് താഴത്തേക്ക് ഇങ്ങനെ കൂർത്തുകൊണ്ടാണ്. ഞാൻ അതിൻ്റെ മുകളിലെത്തിയിട്ട് സൂം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. വേറൊരു ഫോണിൽ ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ താഴത്തൊന്നുമില്ല, ഇതിൻ്റെ താഴത്ത് ഓപ്പണാണ്. അപ്പോൾ വന്നു, ഇവിടെ എല്ലാവരും വന്ന് പോകുന്നൊരു സ്ഥലമാണ്. അവിടെ വന്ന് ഞാൻ നിന്നു. താഴത്ത് നോക്കിയാൽ പേടി വന്നു. ഇത്ര കാര്യത്തിൽ ആദ്യമായിട്ടാണ്. ഇതിൻ്റെ താഴത്തൊന്നുമില്ല കേട്ടോ. ഈ പാറയുടെ താഴത്ത് ഭാഗത്തും ഒന്നുമില്ല. താഴ്ഭാഗം കാലി. ഇതിൻ്റെ ഇത് മുകളിൽ നിൽക്കുന്ന ഒരു പീസ് മാത്രമാണ്. ഈ ഫോൺ ഉണ്ടോ? ഞാൻ വീഡിയോ എടുത്തുതരാം. ഇതുപോലെ കയറിക്കാൻ പറ്റിയ വേറെ ഏതെങ്കിലും പാറണ്ടോ അവിടെ? മൂട് കയറിപ്പോയി.
സിനിമാറ്റിക് തന്നെ. എൻ്റെ മോനെ സീന. കുത്തനെയോ? ഓക്കെ ഓക്കെ ഓക്കെ. തല വെക്കണ്ട, ഇനി തിരിഞ്ഞോ വേണമെങ്കിൽ. സ്റ്റേജ് അല്ല, അവിടെ താഴത്ത് വരെ കാണുന്നുണ്ട്. അവിടെ താഴത്ത് വരെ കാണുന്നുണ്ട് അറിയാ. മതിയടാ, കുറേ ആയി വീഡിയോ ഉണ്ടോ? ഇനിയിപ്പം ഞെട്ടും നോക്കിയാ നോക്കടാ. സീനല്ലേ? ഒരൊറ്റ അടി ഇതിൻ്റെ താഴത്തല്ല എനിക്ക് വേണമെന്ന് പറഞ്ഞത്. ബാക്ക്ഗ്രൗണ്ടുള്ള അതിന് വേറെ ഒന്നുണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കും. ഈ നായിനെ കൊണ്ട് ആടാ സീന. ഇത് ഫീൽ ചെയ്ത് തന്നെ അറിയണം കേട്ടോ. എൻ്റെ മോനെ സെറ്റാ. കിട്ടിയോ? ഒന്നും കിട്ടൂലല്ലേ? നാളെ പോയി ഇന്നപ്പോ ഒന്നും കൂകാണ്ടിരിക്കാൻ തോന്നില്ല. ഫോണ്ട സമയമായിട്ടില്ല ശരിക്കും. ആ ഒരു ഫീലാ. മറ്റേത് കടല് ഇനി പോയി കണ്ടോ? കൊള്ളാം. അത്ര വേണ്ട. ഞാനിവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു കയറാൻ നോക്കാം. അവിടെ വെള്ളം ഉണ്ടല്ലേ? വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചയാക്കുന്നത് ഇതിനെ എറിഞ്ഞു നോക്കി. എത്ര താഴത്ത് എത്ര താഴെ പിടിക്കും നോക്കുന്നത്. പിടിച്ചാ ഒരു കല്ല് പോലും ഇല്ല ഇവിടെ നേരത്തെ എറിഞ്ഞു നോക്കുന്നത്. സ്ഥലം സീൻ. ആ ഫോൺ നോട്ടെ. ഇല്ല, എനിക്ക് ഇതുവരെ ഇല്ല. എനിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, പേടിക്കുന്ന അറ്റംപ്റ്റ് എന്തെങ്കിലും വേണം. എന്നാലേ ഒരു ഇവിടെ വരുന്നവരൊക്കെ കല്ല് പെറുക്കി എറിഞ്ഞ് ഇവിടെ ഒരു കല്ല് പോലും ഇല്ലാണ്ടായി. അയ്യോ, അത് പോകുന്നതാണോ പേടി വന്ന്. ഇവിടെ ഇപ്പം ഒരു കല്ല് കണ്ടായിരുന്നല്ലോ. ഞാനൊരു വീഡിയോ എടുത്താ വൈഡിലൊരു വീഡിയോ എടുത്താ അറിയട്ടെ, കിട്ടൂലേ? അമ്മേ അത് പോയടാ. വീഡിയോ അല്ലേ? സിനിമാറ്റിക് എടുത്തോ. എടുക്കണ്ടോ? ഇപ്പൊ പറഞ്ഞാൽ കൈയും കാലം വർക്കുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ വിടാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പരുന്തംപാറ വീഡിയോ ആണ് കേട്ടോ. പരുന്തംപാറ ഏകദേശം സെറ്റായി. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ നമുക്കും പോവാം.
ഏ ഓ ഈ ചാടിക്കോ നീ ധൈര്യമായിട്ട് ചാടിക്കോ എന്താ ഇറങ്ങുക ഫോൺ എങ്ങനെയാ ഇത് ഇറങ്ങി പോയിക്കോ ഇങ്ങനെ ഇറങ്ങി പോയിക്കോ അല്ല ഇറങ്ങിയോ നോക്കി ഇറങ്ങേ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ പരുന്തമ്പാറയാ പറഞ്ഞോ ഓക്കെ പേടിയായി അമ്മ നോക്കിയടാ എടാ ചങ്ങായി സീന അവൻ പോയി എൻ്റെ മോനെ അഡ്വഞ്ചർ മാനാ നമുക്ക് വല്ല വെയിൽ വരുന്നു ആ വിടാം ഞാനും ഇറങ്ങി പോകാൻ പോകുന്നു എടുത്തോണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ആണെങ്കിൽ കഴിഞ്ഞിട്ട് പോയത് വീടെടുക്ക് അയ്യോ ഇതാ പോകുന്ന മോനെ ഇപ്പം തന്നെ കല്ല് തടഞ്ഞ് താഴെ പോയേനെ ഇല്ല ഞാൻ അങ്ങനെ പിടിക്കാൻ തരും ഇപ്പം പിടിക്കാൻ പോയ തന്നെ ഇല്ലടാ ഈ എടുക്ക് ഞാൻ അങ്ങനെ ഇറങ്ങിയാൽ കല്ല് വരെ പോട്ടോ ഞാൻ വെറുതെ പറഞ്ഞാനൊക്കെ തോന്നുന്നുണ്ടോ അല്ലേ കയ്യും കാര്യം പറിച്ചില്ല നടക്കുന്നത് ഇപ്പോൾ ഒരു തിരിഞ്ഞാൽ മറ്റേ അമിതാഭ് ബച്ചനൊക്കെ തിരിയുന്നതായിരിക്കും അയ്യോ ആ ഇറക്കം ശരിയായില്ല ഒന്നുകൂടി ഇറങ്ങട്ടെ സിനിമാറ്റിക് എടുക്കണ്ട ഇവര് രണ്ടാണ് സീന ജാക്കറ്റൊക്കെ ഇട്ടിട്ട് മൂപ്പറൊക്കെ പോകുന്നുണ്ടല്ലോ അതേമാതിരി പോയിട് എടാ ഇത് എവിടെയാടാ എൻ്റെ മോനെ ഫോട്ടോ എടുക്കാൻ പോകുന്ന ഇങ്ങനെ വേണം ഡെഡിക്കേഷൻ ഇനി പോകണ്ട ചെല്ല് ഭയങ്കര ഡേഞ്ചറസ് ഇരുത്താണല്ലോ പോവാടുന്ന് ഇരിക്കുന്നു വേണ്ട നല്ല പോകാൻ വേണേ ആൾക്കാർ ആരെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ട് എനിക്ക് പോയിരിക്കണല്ലേ നീ വാ ഇത്രമാതിരി ആൾക്കാരെ വന്ന് പോകുന്ന കഴിക്കുക സിനിമാറ്റിക് അല്ലേ ഇനി ഇവിടെ എന്താ ശരിയാവില്ല പിടി ഓടിക്കോ കണ്ണ് കാണില്ലാന്നോ എങ്ങനെ ഈ വരുന്നില്ല പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് പോയി എൻ്റെ കീഴുണ്ട് പെട്രോൾ ഉണ്ട് എല്ലാം ഉണ്ട് പെട്രോൾ ഇല്ല ഈ ഒരു കാര്യം ചെയ്യ് അല്ല പേഴ്സ് ജാക്കറ്റിൻ്റെ ഉള്ളിലല്ലേ എന്നാ പോട്ടെ എന്നാ വാ എന്നാ ഓടി കയറിയാലോ പല്ലു പോവോ ഒറ്റയ്ക്ക് പോടാ ചില സമയം നമ്മൾ ഒറ്റയ്ക്കാണ് എടാ അവിടെ സീന എടോ എൻ്റെ കുട്ട ആ അതെന്താ എന്താ പറ അത് നീങ്ക അங்கே இருந்து ഫോട്ടോ എടുക്കണോ அப்பதான் அந்த வியூ கிடைக்கும் அது அங்கே இருந்து அப்படியே ஜூம் பண்ணி எடுத்துனா ஓகே GoPro ആക്ഷൻ ക്യാമറ എടാ വെളിച്ചം പറ്റി നോക്ക് മറ്റേ മേഘത്തിനിടയിൽ കൂടെ അതിലൊന്നും കാണുന്നില്ല ഇത് കുറച്ചേ കാണുന്നുണ്ട് മുകളിൽ കയറുന്നു നമ്മൾ ആദ്യം ടോയ്ലറ്റ് തപ്പുന്നു ഒന്ന് മൂത്രം ഒഴിക്കണം എന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ അതാടാ ഞാൻ പറഞ്ഞു നോക്കാം 1 2 3 സ്ഥലത്ത് അങ്ങനെ കറക്റ്റാ പാറിന് വെള്ളമടിക്കും പാറിന് വെള്ളം ഇങ്ങനൊക്കെ നനച്ചൊക്കെ എടാ ഇതല്ലാണ്ട് വേറെ ഷോർട്ട് കട്ട് ഉണ്ട് മുകളിലേക്ക് മഴയോ കുരുടിയോ ആ മാത്തിനിടയിൽ കൂടെ ഇങ്ങനെ സ്ഥിരം വരുന്നില്ലേ ക്യാമറയിൽ ഈ ഒരു GoProയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നാലും അമ്പാ
എന്നിട്ടാ ഇങ്ങോട്ട് മാറി. പണ്ട് വെക്കലടാ. സീന് അങ്ങനെ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെയിലിങ്ങനെ ഇറങ്ങി വരുന്നത്. നീ ആ കോൺട്രാസ്റ്റ് കുറച്ചിട്ട് നോക്ക്. കുറയ്ക്ക് എന്നാലും കിട്ടൂലേ. ഈ ഗോപ്രോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അറിയില്ല. അത് നേരിട്ട് കാണാൻ ഭയങ്കര രസം കേട്ടോ. ഇതെപ്പോഴൊന്നും കിട്ടിയെന്ന് വരില്ല. സൂര്യൻ എവിടെ ഇരിക്കുന്നത്? വെയിൽ വരുന്ന അതിലൂടെയാണ്. എന്തായാലും നോക്കാം. നമുക്ക് മുകളിലെത്തിയിട്ട് ഈ ഒരു പരുന്തമ്പാറ നമുക്ക് സൂം ചെയ്തിട്ട് ആ പരുന്തിൻ്റെ കൊക്ക് മാതിരി ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഇല്ലേ ആ ചേട്ടനെ തട്ടണം എന്ന് പറഞ്ഞു. ഈ ഒരു സൈഡിൽ നിന്ന് വ്യൂ ഒന്നുമില്ല. നമ്മൾ അപ്പുറത്ത് പോയിട്ട് നോക്കണം. നമ്മൾ നേരത്തെ കയറുന്ന പാറേനെ നമ്മൾ നോക്കണം അല്ലേ? ടവേര ആ പരുന്ത ഇല്ല. ഇവിടെ മറ്റേ കേബിൾ ഡ്രോപ്പ് ഉണ്ട് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ രക്ഷയുണ്ടാവില്ല. കാല് കൈ അനക്കണ്ടല്ലോ, അങ്ങനെ തൂങ്ങി പോവാലോ. ഇവിടെ താഴത്തെ നോക്കാനോ? താഴത്തെ ഫുഡ് കഴിക്കാനോ? ഇവിടെ നേരത്തെ കഴിക്കണം. എനിക്ക് അങ്ങനെ വിശക്കുണ്ട്. ആ ഏത് ഹോട്ടല്? നമ്മൾ പുട്ടി കഴിച്ച ഹോട്ടലോ? ആ എടാ പരുന്തിൻ്റെ ചുണ്ടാണോ താഴത്തുള്ളത്? അവിടെ എത്ര ആൾക്കാരായി നോക്ക്. നമ്മൾ നേരത്തെ 2 ആൾക്കാരുണ്ടായത് അതിനുള്ളിൽ. ഇപ്പോഴും പരുന്തായില്ല. നമുക്ക് ഇനിയും കയറാം. കയറിയേ മതിയാവും. അയ്യോ ഹെവി ബ്രീത്തിങ് നിങ്ങൾക്ക് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനത്തെ ഒരു മൈക്ക് അതിൽ പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിയിൽ ക്ലിയർ ആയിട്ട് എൻ്റെ ഓരോ ബ്രീത്ത് നിങ്ങൾക്ക് എണ്ണാൻ പറ്റും. അയ്യോ ഇനി മുകളിലെത്തിയിട്ടുള്ള ഫുട്ടേജ് കാണാം കേട്ടോ. അതായിരിക്കും എനിക്ക് നല്ല. നമ്മളിപ്പോൾ നിന്ന സ്ഥലവും പോയ സ്ഥലവും കംപ്ലീറ്റ് കോടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പരുന്തമ്പാറ. പരുന്തിൻ്റെ ഫീസ് നമുക്ക് ഇവിടുന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ വന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ തോന്നും. പോകടിക്കുന്ന നോക്കിയാ അടിപൊളിയല്ലേ? സീനിയർ വ്യൂ ആണ്. കോടയടിച്ച് കയറുന്നുണ്ടോ? ശരിക്കും അടിയിൽ വന്നിട്ടില്ല. നല്ല ടൈറ്റ് അടിച്ചില്ല. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ഥലം കോട കയറിട്ട് കയറി നോക്കിയാൽ നമ്മളൊരു 1/4 മണിക്കൂർ മുന്നേ അവിടെ നിന്ന് ഇവിടെ പോകുന്നത്. കണ്ടില്ലേ ആ ഒരു വ്യൂ? കോട കയറി മലയുടെ മുകളിലേക്ക് കയറി താഴെ അടിച്ച് കയറിയ കോട നോക്കി നോക്കാം. അങ്ങോട്ടേക്കുണ്ട്. ഇവിടെ പോയേക്കാം. അങ്ങോട്ട് നീ ഉണ്ടോ? പോയേക്കാം. പോയേക്കാം. എന്നാ കയറി ഇങ്ങോട്ട് കയറാം. കയറിയോ? ഈ ബാഗ് കിട്ടോ? മറ്റേത് അയ്യോ ഓരിയ പോവല്ലേ? ഈ മല വില കയറി വെക്കണോ?
വണ്ടിയില്ലേ? ഇവിടെ പറഞ്ഞേ അതിൻ്റെ ഉള്ളോ? കുഴപ്പമില്ല, നമുക്ക് കയറുന്നത് എന്താ? ഇത് നേരെ ഇതിനുള്ള കയറണോ? ഇതിനുള്ളിക്കോ? ഇതിനുള്ളിക്കോ? അപ്പുറത്ത് കൂടെ വൈകിട്ട് ഇരുന്നോ? നമുക്ക് ഇവിടെ പോയേക്കാം. എന്നാല് ഇവിടെ വേണോ ടോപ്പിലാണോ? കുറച്ച് നേരത്തെ വന്നു നിന്ന സ്ഥലം കേട്ടോ അതൊക്കെ. കോട കയറിയിട്ട് സ്ഥലമേ മനസ്സിലാവുന്നില്ല, അങ്ങനെ കോട വന്നു. ചാടി പോയാൽ കൂടി മനസ്സിലാവില്ല. അതെ, ഞാൻ അങ്ങോട്ട് കണ്ടേ നേരത്തെ ഇവിടെ ഇരിക്കുന്ന. എവിടെ ഇവിടുന്നോ? നേരത്തെ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. കേറാൻ നേരം നിങ്ങളങ്ങ് പോയി. എവിടെ സ്ഥലം എവിടെയാ? ഞങ്ങള് കൊല്ലം. കൊല്ലല്ലേ? സ്ഥലം എവിടാ? ഞാൻ കോഴിക്കോടാ. കോഴിക്കോട്. ഇപ്പൊ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ? ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ? പിന്നെ മുമ്പ് ഇങ്ങനെ വന്നല്ല, വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട്. ഫാമിലി വന്നിട്ടുണ്ട്. ഫാമിലി വന്നല്ലേ? ഞാൻ വണ്ടി കയറി വരാന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ട്. ഇറങ്ങിയപ്പോഴാ പേരുണ്ട്. കൊറേ വന്നിട്ട് ഞാൻ അന്നേരം ഒരു മെസ്സേജ് ഇൻസ്റ്റ ഇട്ടു. ഞാൻ കണ്ടില്ല, ബാഗിലെ ഫോണൊക്കെ ഞാൻ ഇവിടുന്ന് നോക്കാറില്ല. എന്താ മുന്നേ വന്നിട്ടുണ്ടോ? ഇല്ലല്ല, ഫസ്റ്റ് ടൈം. രണ്ടുപേരേ ഉള്ളോ? രണ്ടുപേരേ ഉള്ളൂ. അല്ല, ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ എൻ്റെ ഇവിടെ വന്നു. ഞാൻ ഇൻസ്റ്റ കണ്ടിട്ട് അങ്ങനെ വണ്ടിയുടെ കളർ കണ്ടപ്പോ പേര് പോയി. നേരത്തെ എന്തോ ഫോട്ടോസ് എടുത്തോണ്ടിരുന്നേ മേളി? എങ്ങനെ? നേരത്തെ മോളി ഫോട്ടോസ് എടുത്തോണ്ടിരുന്നു. ഫോട്ടോസ് എടുത്ത് കുറച്ചെണ്ണം എടുത്തു. അവിടെ നിന്ന് എടുത്തു, കുറച്ച് അവിടെ നിന്ന് എടുത്തു. ഇവിടെ വേറെ എന്തോ കാണാനുണ്ട് ഈ ഒരു ഭാഗത്തിൽ. എവിടെയോ അറിയത്തില്ല, ഇതൊക്കെയാണ് ഇവിടെ കാണാൻ. വേണില്ല. മുകൾ അങ്ങോട്ടോടെ പോയി മുകളിലേക്ക് നമ്മളെ മറ്റേ ആ ഒരു പരുന്തിൻ്റെ ആ ഒരു ഫേസുള്ള ആ ഒരു ഇതില്ലേ, ഞങ്ങളങ്ങോട്ട് കയറിയില്ല. അവിടേക്ക് ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങൾ ഈ ഒരു കോട കയറുന്നതിനെ തൊട്ട് മുന്നേ കയറി ഇറങ്ങി പോകുന്നത്. ഒന്നുകൂടി കോട കയറിയപ്പോൾ ഒന്നുകൂടി കയറിയതാ. എന്താ പേരെന്താ? അമർ. കോട്ടയല്ലേ? കൊല്ലം. ഓക്കെ. കോട്ടയം കൂട്ടുകാരുണ്ട്, അവരെ ഫാമിലി, അവരെ വീട്ടിലോട്ട് വന്നു. എങ്ങനെ കാറായിട്ട് വന്നാ? അവിടെ 2 കാർ കിടപ്പുണ്ടല്ലേ, അങ്ങനെ വന്നല്ലേ? ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന്. ഇത് മാറ്റിയതാണോ? ഏത്? ഹാൻഡിൽ മാറ്റിയതാ. ഞാൻ ബാംഗ്ലൂരിൽ കുറച്ച് കാലം പോയിരുന്നു. അപ്പം അങ്ങനെ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ പോയിരുന്നു. അപ്പം അങ്ങനെ ടൈമിൽ മാറ്റിയതാ. ഹെഡ് മാറിയല്ലേ? ഇപ്പം ഹെഡ് മാറിയത് ആടുള്ള ഒരു വീടിനടുത്തുള്ള പോലീസുകാരൻ സമ്മതിക്കൂല. പിടിച്ചല്ല, അവര് വെറുതെ ഒന്ന് ഉപദേശിച്ചു വിട്ട്. ഹെൽമെറ്റിനാ? മിററില്ലാത്ത പിടിച്ചിട്ട് പിന്നെ പറഞ്ഞു വന്നത് ലൈസൻസ് ഇല്ല. അടിപൊളി. അപ്പൊ പറഞ്ഞു പെറ്റടിച്ചിട്ട് 250 രൂപ പെറ്റി അടിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. വലിയ തിരക്കേടില്ല, ഒക്കെ വലിയ കഴിച്ചിട്ടാവില്ല. സാർ വിചാരിച്ചാൽ നോക്കി ചെയ്യാൻ പറ്റും. ഞാൻ നോക്കി FC-ക്കകത്താണെങ്കിൽ ഇത് മാറ്റാൻ നോക്കിയിട്ട് ഐറ്റം പാട്ടിനെ ഫുൾ ഹോൾഡറോടെ മാറ്റണം. വലിയ അറുത്ത് 10,200 രൂപ. എഫ്സൈഡിൻ്റെയോ? ഇപ്പൊ ഒരു എഫ്സൈഡ് എടുത്ത്. ഞാനത് ഈ ഒരു ടോപ്പ് ലൈറ്റ് മുതൽക്കുള്ള കംപ്ലീറ്റ് സാധനം ഒന്നായിട്ട് മാറ്റിയതാ. ഈ ഒരു പോർഷൻ മുതൽക്കുള്ള കംപ്ലീറ്റ് മാറ്റിയതാ. ഇതിന്റെ മുകളിലേക്ക് ടോപ്പ് ലൈറ്റ് കംപ്ലീറ്റ് മാറ്റിയത്. ഈ ഐറ്റം വാങ്ങാൻ കിട്ടും? ഐറ്റം വാങ്ങാൻ കിട്ടും. അത് MT-യുടെ ആണ്. MT-യുടെ അത് എഫ്സൈഡിനെ പറ്റും തോന്നുന്നുണ്ട്, കറക്റ്റ് അറിയില്ല. ഞാൻ നോക്കി. പക്ഷേ ഇതിന്റെ പേരെന്തുവാ? അതും ടോപ്പ് ലൈറ്റ് എന്ന് പറയും. ടോപ്പ് ലൈറ്റ്. എനിക്ക് ആയിട്ട് പേരറിയില്ല, കടയിൽ പോയി ഞാൻ ചോദിച്ചു. ടോപ്പ് ലൈറ്റ് അപ്പർ പ്ലേറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഫുള്ള് മാറിയതല്ലേ ഇത്? ഇല്ല, അത് മാത്രമേ മാറിയിട്ടുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഫാമിലിയാണോ വരുന്നത്? തിരിക്കാം. ഞങ്ങളെ പൊട്ടെന്നാല്. ശരി. നീ എന്താ പൊട്ടനാണോ? അല്ലേ എടാ, ക്യാമറ നടുവിലൊക്കെ അല്ലേ, ഇറങ്ങി നാശമായി പോവും. അങ്ങനെ എന്താ സ്ഥലത്തിൻ്റെ പേര്? പെരുന്തമ്പാറ. പരുന്തമ്പാറ. എനിക്ക് എൻ്റെ തല കുത്തനായി പോകുന്നു. പെരുന്തമ്പാറ എന്നൊക്കെയാണ് പറയുന്നത്. പരുന്തമ്പാറ കണ്ടു. ഈ പറഞ്ഞാൽ ഇവിടെ രണ്ടാമത് വന്ന കോട കണ്ടു. ഇവിടെ നിന്നാ സമയം പോകുന്ന അറിയില്ല, അങ്ങനത്തെ ഒരു പ്ലേസ് ആട്ടോ ഇത്. കണ്ടില്ല നിങ്ങൾ? കോട വന്നിട്ട്
ഇവനിതിന് മുന്നേ വന്നപ്പോൾ ദേവാലയത്തിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പ്ലസ് മഴയുണ്ടായിരുന്നു അവന്. എനിക്ക് ഈ ഒരു മഴ ഇല്ല, അത്രേ ഉള്ളൂ. സീന് വൈബാട്ടോ. അല്ല അവരൊക്കെ അതിൻ്റെ കൂടെയൊക്കെ കയറി ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ മുകളിലേക്കൊക്കെ സ്ഥലമുണ്ട്. അതിൻ്റെ മുകളിൽ ടോപ്പ് വരെ കിടന്ന് കയറി വയ്ക്കാലോ. ബൈക്കേരി കയറണോ? ബൈക്കേരി കയറണോ? എന്നാ പോട്ടെ. ഞാൻ ഒരു ദിവസം ഞാൻ എന്തായാലും തീരുമാനിച്ചു വരും. ഇതൊരു കംപ്ലീറ്റ് കയറണം. അയ്യോ എന്താല്ലേ, ആരൊക്കെയോ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ മതി. പ്രകൃതിയാണ് മോനെ, പ്രകൃതി. വന്ന ടൈം നോക്കി നമുക്ക് കോടയും കാണാൻ പറ്റി, പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറാനും പറ്റി. നമുക്ക് സമയത്തിൻ്റെ പ്രശ്നം. നമുക്കൊരു ദിവസം തീരുമാനിച്ച് ഇറങ്ങി വരണം. ഇവിടെ കംപ്ലീറ്റ് ഇടുക്കി കംപ്ലീറ്റ് കയറി ഇറങ്ങണം. ഇവിടെ പരുന്തമ്പാറ ഇവിടെ പരുന്തമ്പാറ എവിടാ? ചെപ്പ് എന്തൊരു സ്ഥലത്തിൻ്റെ പേര്? പരുന്തമ്പാറ. ഇവിടെ നോക്കിയാൽ കാണുമോ? അതിനുള്ളിൽ പോയില്ലേ? ഓ ശരി. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമുക്കൊരു തീരുമാനിച്ച് ഉറപ്പിച്ച് വരാം. ഇനി പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് ഒരുപാട് സ്ഥലമൊക്കെ ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ട് ഒരു ചെറിയ സ്റ്റേ ഒക്കെ അടിച്ച് അങ്ങനെ അവിടെ അടിച്ച് പൊളിക്കാം. ഇപ്പോൾ അതാണ് അടുത്ത പ്ലാൻ. ഇനി നമുക്ക് തിരിച്ചു പോകും. ഈ താഴത്തൊരു ഹോട്ടലിൽ എത്തി ഫുഡ് കഴിച്ചതിന് ശേഷം വേണം എവിടേക്കെങ്കിലും കയറണോ അതോ തിരിച്ച് വീട്ടിൽ പോകണോ എന്നുള്ള കാര്യം തീരുമാനിക്കാം. അങ്ങനെ പോകുന്ന വഴിയാണ് ഈ ഒരു പോക്ക്. തരുമായിരിക്കും. അത് ഇവിടെ ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ടല്ലേ? തണുപ്പുള്ളവിടുത്തെ ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ടല്ലേ? ആ വീട്ടിലുള്ളവർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് തോന്നുന്നുണ്ട്. അത് ഫുള്ള് ഉണ്ടാവും. ഇവിടെ എടുത്തൊരു ഫോട്ടോ എടുക്കണോ? വേണ്ടല്ലേ? ഇവിടെ അതിന് വരുത്തൊക്കെ അവിടെ നിന്ന് എടുത്തില്ലേ? പ്ലാനിങ് എന്താണ്? ആദ്യം ഫുഡ് കഴിക്കണം, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് നോക്കാം എന്താ ചെയ്യേണ്ടത്. നോക്കാണ് ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ വേണ്ട. ബാക്കിത്തെ ഡോർ ലോക്കല്ല കേട്ടോ. എന്താ മോനെ കൊട 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 എന്താ കോട സ്വിച്ച് ഇട്ട് നോക്കിയോ? അതാ പട്ടിസാറൊക്കെ നോക്കിയാ ചില്ല് ചെയ്ത്. സാറേ ശബരിമല പോയിട്ട് വരണ്ടല്ലോ. കോട്ടയം കട്ടപ്പന നമ്മൾ താഴത്തെത്തി. എന്താ ചെയ്യണ്ടേ? ഇതാ വേറെ ഉണ്ടേക്ക്. എടാ ഈ
കോളേജ് നമ്മൾ വരുന്നതായി കണ്ടില്ലല്ലോ. നീ വഴിയല്ല ടെമ്പിൾ വന്ന് ഒരു തവള കാര്യമുണ്ടല്ലോ. പക്ഷെ എൻ്റെ ഒരു തവള എങ്ങനെ അറിയുന്നത്? ഇതിനുള്ളതാ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നൊക്കെ ടീംസ് എന്താ വൈവൈകില്ലേ. ഓക്കെ, ആ ഇൻഡിക്കേറ്റർ വേണ്ട എന്താ പറയുന്നത്, അപ്പുറത്ത് വരുന്ന നമ്മളെ കാണണ്ട വേണ്ട. ഫോണിലെടുക്കടാ. എന്താ കോട എനിക്ക് കാണാം, അല്ലാണ്ട് ക്യാമറ കാണുന്നുണ്ടെന്ന് ഞാൻ തന്നെ അറിയാം. എടാ ഇത് വഴി അതിന് കോട കാണുന്നില്ലേ? അന്ന് ആ ഫോൺ നീ മുന്നോട്ട് പിടിക്കും, എനിക്ക് മുന്നോട്ട് കാണുന്നില്ല. അന്ന് അതിൽ നോക്കി വണ്ടി പിടിക്കുക. അതാണല്ലേ ഇത് ചുമ്മാ മുന്നേ പിടിക്കും, ഒന്ന് മുന്നേ പിടിക്കും. അതിന് പിന്നെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതങ്ങനെ അവിടെ പിടിപ്പിക്കും. ഫോൺ എനിക്ക് മുന്നോട്ട് കാണുന്നില്ല, തമാശയല്ല. എന്താ മോനെ ഇവിടെ നിന്ന് ആൾക്കാരിങ്ങനെ വലിക്കുന്നത്. എടാ ഈ അവിടെ നിന്ന് എനിക്ക് വീട് എടുത്തില്ല, അങ്ങനെ മഞ്ഞക്കൂടെ അങ്ങനെ വരുന്നത്. അത് നിൽക്കുന്ന ഒരു കൂസലില്ലാണ്ട്. അന്നേ ഞാൻ അവിടെ തട്ടിത്തരാം. ഇനി ഞാനൊന്ന് ബാക്ക് പോയിട്ട് ഇങ്ങനെ വരട്ടെ. നീ ഇപ്പം ഇവിടെ അടുത്ത് തട്ടിത്തരാം, ഇവിടെ തട്ടിത്തരട്ടെ. പറ. ഓ ഇപ്പോൾ അവൻ ഇവിടെ വേണം, എന്നെ ഇവിടെ തട്ടിത്തരുള്ളൂ. വൃത്തി കേട്ടോ, ഇറങ്ങടാ, ഇവിടെ ഇറങ്ങിക്കോ. കാട്ടാനോ വന്നാൽ നീ എന്ത് കാട്ടാനോന്ന് പറഞ്ഞാൽ മതി. ഇറങ്ങിയോട്ടെ. പോരെ KSRTC ഉണ്ട്, എന്നെ മനസ്സിലാവട്ടെ. എനിക്കൊന്നും കാണുന്നില്ലല്ലോ. അല്ല ഇവിടുത്തെ വണ്ടി എന്താണെന്ന് ഞാനങ്ങനെ അറിയൂ. എന്റെ മോനെ ഇതൊരു ഫീലും കേട്ടോ. ഒറ്റയ്ക്ക് അവനവിടെ തട്ടിയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവനെന്നെ കാണുന്നുണ്ടോ? എന്താ അവസ്ഥ? കുറച്ചേരം ഇവിടെ നിന്നിട്ട് പോയാലും അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയല്ല പറഞ്ഞത്. മഞ്ഞിന് എന്നാ കയറി. എൻ്റെ മോനെ അവിടുത്തെ മഞ്ഞ് എന്താടാ ഇതുവരെ പോയൊന്നുമില്ല കേട്ടോ. ഇല്ല അതാർന്നേ. എടാ ഞാൻ ഇതിന്റെ മുന്നേ പോയടത്തൊന്നും ഇങ്ങനെ മഞ്ഞുണ്ടായില്ല. കിട്ടൂല, പക്ഷെ സിനിമാറ്റിക് പിന്നെ കിട്ടും. അതിന് പിന്നെയും കുഴപ്പമില്ല. സിനിമാറ്റിക്കിൽ എടുത്തോ. ശിവനെ അല്ല ബാക്കിൽ KSRTC അങ്ങനെ പറന്നു വന്നിട്ടുണ്ടെങ്കിലേ ഇടിച്ചങ്ങ് എടുത്ത് പോവും. ഒരു മിനിമം സ്പീഡിൽ ഇങ്ങനെ പോവാ. ഭയങ്കര ലൈറ്റായി പോയി. ഞാൻ ചിലപ്പോൾ ഇത് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ തിരിച്ച് കയറും കേട്ടോ. എന്താടാ സിനിമയൊക്കെ കാണുന്നവര് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് മരിച്ചു പോയിട്ടുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് നീ. ബാക്കിലതാ KSRTC പറഞ്ഞേരി.
വന്നിടിക്കും. ഈ റോഡിന്റെ സൈഡിൽ കൂടി വെള്ളം വരല്ലാന്നുണ്ടെങ്കിലേ എവിടെങ്കിലൊക്കെ എത്തിപ്പോവും. എന്റെ മോനെ ഇതാട്ടോ വൈബ്. എടാ അവിടെ സൈഡാക്കി എനിക്കൊരു വീഡിയോ എടുക്കണം. നമ്മള് സൈഡാക്കിയാൽ മഞ്ഞ് പോയാ ഇറങ്ങി ഇങ്ങോട്ട്. ഇത് കോടണ്ടാ കോട ബസ്സും ഉണ്ട്, വൃത്തിയട്ട ബസ്. വണ്ടി സൈഡാക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടും. തിരിച്ചു പോയാലോ തിരിച്ചു പോയാലോ. ഈ വീടൂല എടാ പോയി. വന്ന് പക്ഷെ ആ മുകളിലുണ്ടാകണ്ടില്ലേ ഈ കട്ട മഞ്ഞ്. പേടിക്കണ്ടാ തള്ളിടൂല. എടാ എന്റെ കാലൊറിഞ്ഞു. എടോ അതാ പെയിന്റ് പോയി. എടാ അത് മെല്ലെടാ, ഞാൻ അത്ര കടത്തിയില്ല. ഇത് കടത്തി തരാം. ആയിക്കോട്ടെ. വേണ്ട. എടാ എനിക്ക് മുകളിലേക്ക് പോകണോ? അല്ല അതല്ല, മുകളിലാ ചെറുത്തിനുള്ളിൽ പോണത്. അവിടെയാണ് മഞ്ഞ്, ഇവിടെ മഞ്ഞ് കുറവാ. എടാ കോട ഇങ്ങോട്ട് റോട്ടുമലേ കയറും. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യട്ടെ എല്ലാവർക്കും. സത്യം. ആ 4 ദിവസത്തേക്ക് എന്താ പറയുക ചുമച്ച് തിരിക്കാനുള്ള സംഭവം എന്തായാലും കൊണ്ടുപോകുന്നുണ്ട് വീട്ടിൽ. അടുത്ത റെഡിയാക്കണ അതാ ഇവിടെ വെള്ളച്ചാട്ടത്തിന് അവിടെ വണ്ടി ഉണ്ടെച്ചിട്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കോട കയറി വരും. നമുക്ക് അടിപൊളി വീഡിയോ എടുക്കാം. എന്താ പറയുന്നത്? ഇവിടെ ഇപ്പോൾ ഒരു കുട്ടി മനുഷ്യനില്ല. എങ്ങനെ എന്താ ഇവിടെ വെക്കുന്നുണ്ടെന്താ? എങ്ങനെ അതിനാ ഇവിടെ ചാടാ. ഇവിടെ കോട വരുന്നുണ്ട്. ഇവിടെ നോട്ടെ. ഇറങ്ങി ഞാൻ കോട കാണുന്നോടത്ത് ഇറങ്ങണം എന്തായാലും. നമ്മുടെ പരുന്തുംപാറ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ വരുന്നവരെ. Until then, bye.